ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തിന്റെ ഈ നിമിഷം ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അറിയിച്ച ആലോചന പ്രകാരം ദൈവിക തിരുവെഴുത്ത് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മധ്യേ പകരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 3-ാം വാക്യം. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കേരിത്തോട്ടിനരികെ ഒളിച്ചിരിക്കുക. തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം, അവിടെ നിനക്ക് ഭക്ഷണം തരേണം ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. നീ എഴുന്നേറ്റ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, കിഴക്കോട്ട് ചെന്ന് യോർദാൻ അക്കരെയുള്ള കേരിത്തോട്ടിനരികെ ഒളിച്ചിരിക്കുക എന്ന പ്രവാചകനായ ഏലിയാവിനോട് ദൈവത്തിന്റെ ആത്മാവ് അരുളപ്പാട് അറിയിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഭക്തൻ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിധേയപ്പെട്ട് ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവം ഇതില് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് എന്താ ജീവിതത്തിൽ ഹല്ലേലൂയ കൽപ്പിക്കുന്നത്, അവൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്യുവാൻ തക്കവണ്ണം നീ നിന്നെ തന്നെ ഒരുക്കുവാൻ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. നീ എഴുന്നേറ്റാൽ നീ എഴുന്നേറ്റാൽ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ അതിഭയങ്കര കഠിന ശോധനയുടെ നടുവിലും അതിഭയങ്കര വേദനയുടെ നടുവിലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കരമുണ്ട്. അത് സ്വർഗീയ കരമെന്നുള്ളത് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ പേരിൽ ഇട്ടുകൊള്ളുവീനെന്ന് ദൈവിക തിരുവെഴുത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഏലിയാവിന് കേരിത്തോട്ടിനരികെ ഒളിച്ചിരിക്ക എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ഏലിയാവ് പുറപ്പെടുവാൻ ഇടയായി. പുറപ്പെട്ട മാത്രയിൽ ആമേൻ ഏലിയാവിനെ പുലർത്തേണ്ടതിന് സ്വർഗത്തിലെ ദൈവം ശത്രു പാളയത്തിൽ നിന്ന് തന്നെ കാക്കയുടെ വായിൽ അപ്പവും ഇറച്ചി കാലത്തും വൈകിട്ടും കൊടുക്കുവാൻ ഇടയായെങ്കിൽ ഈ പകൽക്കാലം നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ചില നന്മകൾ കരുതാൻ പോകുന്നെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ആലോചന കൈമാറുകയാ. ദൈവാത്മാവ് പറയുകയാ, നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ദൈവാത്മാവ് വ്യക്തമായി ആലോചന അറിയിക്കാം. നമുക്കാർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. തിരുവെഴുത്തിൽ പറയുന്നു, യഹോവേ, നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം നീ എന്റെ ഉള്ളിൽ തന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ധാന്യവും വീഞ്ഞും വർദ്ധിക്കുന്നതിലും അധികം സന്തോഷം ദൈവം ഇതിലെ നിന്റെ ജീവിതത്തിൽ ദൈവം തന്നു. നിന്നെ ആദരിക്കുമെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഇന്ന് പകൽക്കാലം ഓർമ്മപ്പെടുത്തുകയാ. ആകയാൽ ദൈവം പറയുന്ന ആലോചനയ്ക്ക് വിധേയപ്പെടണം. നീ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കണം, പുറപ്പെടാൻ പറഞ്ഞാൽ പുറപ്പെടണം. എഴുന്നേൽക്കാൻ പറഞ്ഞിട്ടും പുറപ്പെടുവാൻ പറഞ്ഞിട്ടും പലപ്പോഴും ദൈവിക വാക്ക് കേൾക്കുവാൻ കഴിയാതെ ഒതുങ്ങിക്കൂടി അകത്തളത്തിലിരിക്കുന്ന ദൈവബദലെ നിന്നോട് തന്നെ ദൈവാത്മാ പറയുന്നു, ഇന്ന് പകൽക്കാലം ദൈവിക ആലോചനയ്ക്ക് മധ്യേ നീ പുറപ്പെടാൻ തയ്യാറായാൽ അവൻ നിനക്ക് വേണ്ടി നീ നനയ്ക്കാത്ത അനുഗ്രഹങ്ങളും നന്മകളും ദൈവം നിന്റെ ജീവിതത്തിൽ കരുതുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.